ഇന്നിവിടെ കൊഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ആ കൊഞ്ച് വറുത്തരച്ച് തീയൽ വയ്ക്കാൻ പോവുകയാണ്. കൊഞ്ച് വയ്ക്കാൻ പോവുകയാണ്. അതിന് വേണ്ട സാധനങ്ങൾ: വറുത്ത തേങ്ങ സവാള അരിഞ്ഞിട്ട് വറുത്തതാണ്. ഇത് വെണ്ടയ്ക്ക, ചെറിയ ഉള്ളി, തക്കാളിക്ക, ഇതെല്ലാം കൂടെ ഇട്ട് നമ്മളിന്ന് തീയൽ വയ്ക്കാൻ പോവുകയാണ് കൊഞ്ച്. ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇടുകയാണ്. കടുക് പൊട്ടി കഴിയുമ്പോൾ, കടുക് പൊട്ടിയിട്ടില്ല, പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് ചെറിയ ഉള്ളി, വെണ്ടയ്ക്ക, തക്കാളി പിന്നെ ഇട്ടാൽ നന്നായി വഴറ്റിയെടുക്കണം. വെണ്ടയ്ക്ക ഉള്ളി വാടി വരുന്ന നേരം കൊണ്ട് നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം. തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ആദ്യം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് പുളി. തക്കാളി ഇടുന്നതുകൊണ്ട് പുളി അതനുസരിച്ച് ചേർത്താൽ മതി. അതിലോട്ട് നമ്മൾ ആവശ്യത്തിന് പുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി ഇടുന്നത് വളരെ അധികം വേണ്ട, എന്നാലും പുളിപ്പ് വേണമെന്നൊക്കെ അതനുസരിച്ച് ചേർക്കാം. ഇനി ഇത് അരച്ചെടുക്കണം അല്ലേ? ഇനി ഇത് അരച്ചെടുക്കണം. അപ്പോൾ ഇനി അരച്ചെടുത്തിട്ട് ബാക്കി കാണാം. ഉള്ളിയും വെണ്ടയ്ക്കയും വാടി കഴിഞ്ഞു. ഇനി അതിലോട്ട് നമ്മൾ കറി വയ്ക്കാൻ വെച്ചിരിക്കുന്ന കൊഞ്ചിട്ട് കൊടുക്കണം. അത് എണ്ണയിൽ കിടന്ന് ചുവന്ന് വരണം. മൺചട്ടിയിലാണ് വയ്ക്കാൻ പോണ അരപ്പ് കലക്ക് മൺചട്ടിയിലോട്ട് ആക്കിയിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഈ കൊഞ്ച്, വെള്ളയ്ക്കും ഉള്ളി എല്ലാം മാറ്റിയത് ഇട്ട് കൊടുക്കും. ഇനി നന്നായിട്ട് ഇളക്കണം അല്ലേ? ഇത് തിളച്ച് വറ്റി വരണം. നമ്മളെ മീൻകറി എത്തുന്ന കണക്ക് തെളിഞ്ഞ് വരണം. മീൻകറിയിൽ ഉലുവ ചേർക്കുമല്ലോ. ഞാനിവിടെ പച്ച ഉലുവയാണ് ചേർക്കുന്നത്. പച്ച ഉലുവ ആ മീൻകറിയിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വറുത്ത് പൊടിച്ച ഉലുവ ചേർക്കും. അപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനിയും തിളച്ച് വരട്ടെ, നല്ല കുറുകി വരട്ടെ. കറി റെഡി ആയിരിക്കണം. അതാ വാങ്ങി വെച്ച്. ഈ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.